ഒരു തുളസി സ്ഥലം ഒരു വീട്ടിലുള്ളത് നല്ലത് തന്നെയാണ്. അത് എവിടെ വെക്കണമെന്നുള്ളത് ആർക്കും ഇപ്പം നിശ്ചയമില്ല. തുളസിത്തറയ്ക്ക് സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല, പറയുന്നത് മുല്ലത്തറയ്ക്കാണ്. അത് ചതുർശാലയിൽ നിന്നാണ് ആ കണക്ക് പോരുന്നത്. ശിവൻ സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. നമസ്തേ സർ, തുളസിത്തറ ഒരു അലങ്കാരമാക്കിയാൽ അത് ദോഷമായി ഭവിക്കുമോ നമുക്ക്? അതായത് വാസ്തുശാസ്ത്രത്തിൽ തുളസിത്തറയ്ക്ക് സ്ഥാനം പറയുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന തുളസിത്തറയൊക്കെ അശാസ്ത്രീയമായതാണ്. ഈ വിധികളിലേക്ക് സിറ്റ് ഔട്ട് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഡോർ കൊണ്ടുവച്ചിട്ട് ആ ഡോറിന് നേരെ കൊണ്ടുപോയി ഒരു തുളസിത്തറ ചെയ്ത് വയ്ക്കുന്ന രീതി ഇപ്പോൾ കണ്ടുവരുന്നത് അത് അശാസ്ത്രീയമാണ്. തുളസിത്തറയ്ക്ക് സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല, പറയുന്നത് മുല്ലത്തറയ്ക്കാണ്. മനസ്സിലല്ലേ? അത് ചതുർശാലയിൽ നിന്നാണ് ആ കണക്ക് പോരുന്നത്. ഗർത്തപ്രാങ്കണതാരാത് അധികൃത യാമർത്യമപ്യുത്തരി നിഷ്ഠിപ്പൈവം അവാജ്യ മധ്യചതുര ശ്രേഷ്ഠാഷ്ട കോഷ്ടാത്മകെ മല്ലികുട്ടിമ ആവത്സപ്പതിയെ ഗുര്യാൽപദ ദക്ഷിണേ യദ്വതൽപുനരാപസം ചപ്പതിയോ ചോദക്പതി അന്തർവൃതവും. ഈ ഒരു പ്രമാണം അറിയാതെ കണ്ട് ഒരു മുല്ലത്തറയ്ക്ക് സ്ഥാനം കാണാൻ പറ്റില്ല. മുല്ലത്തറയ്ക്ക് പറയുന്നുള്ളൂ, തുളസിത്തറയ്ക്ക് സ്ഥാനം പറയുന്നില്ല. ഇതിങ്ങനെ കാലാന്തരത്തിൽ എങ്ങനെയൊക്കെ വന്നു കേട്ടതായി തുളസിത്തറ. അതൊരു അപ്പോൾ ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു ആവശ്യം അത് മനസ്സിലായി. അപ്പോൾ ഈ കുഴിയങ്കണത്തെ നാലുകെട്ടിൽ നിന്നാണ് അത് പോന്നിരിക്കുന്നത്. ആ നാലുകെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചതുശാലയുടെ കുഴിയങ്കണത്തെ സ്ക്വയർ ചെയ്ത് 864 പദങ്ങളാക്കി അതിൽ ആവവത്സൻ അങ്ങനെയൊക്കെയുള്ള പദനിരൂപണം ചെയ്തിട്ടാണ് അതിനകത്താണ് തുളസിത്തറ. അപ്പോൾ ഏകദേശം മേടടവൻ രാശി എന്നൊക്കെ പറയാം. അപ്പോൾ സാധാരണ മേടടവൻ രാശിയിൽ ഏകശാലയാണെങ്കിലും മേടടവൻ രാശിയിൽ തുളസിത്തറ വെച്ച് കാണുന്നുണ്ട്. മനസ്സിലല്ലേ? പക്ഷേ അത് വിധിയാവണ്ണമല്ല. ഒരു തുളസിത്തറ ഒരു വീട്ടിലുള്ളത് നല്ലത് തന്നെയാണ്. അത് എവിടെ വെക്കണമെന്നുള്ളത് ആർക്കും ഇപ്പം നിശ്ചയമില്ല. പിന്നെ തുളസിത്തറ നമുക്കിപ്പോൾ വാങ്ങി വയ്ക്കുന്ന തുളസിത്തറയൊക്കെ കിട്ടുന്നുണ്ട്. അതോ നമുക്ക് അത് സ്ഥാനം കണ്ട് അതുണ്ടാക്കിയെടുക്കുന്നതാണോ? ഇതിങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ജസ്റ്റ് സ്ഥാനം കൊണ്ടുവയ്ക്കുന്നതല്ല, ഉണ്ടാക്കിയെടുക്കണം നല്ലത്. അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ കണക്കനുസരിച്ച് തുളസിത്തറ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇന്നത്തെ ഈ മൂസിൻ്റെ തരത്തിലൊന്നും സ്ഥലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഥലമുള്ളിടത്തൊക്കെയാണ് ചെയ്യാൻ സാഹചര്യം. പിന്നെ ടൗൺ ഏരിയയിലൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. അതങ്ങനെ അതിൻ്റേതായ രീതിയിൽ പോട്ടെ. അപ്പോൾ ഇതിൻ്റെ തുളസിത്തറ രീതി ഇതാണ്, ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ചെറു നാലുകെട്ട് പറഞ്ഞല്ലോ. നാലുകെട്ട് എൻ്റെ കേട്ടിട്ടുള്ള ഒരു അറിവാണ്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. നാലുകെട്ട് നോക്കാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ദോഷമായിട്ട് ഭവിക്കും എന്ന് കേട്ടിട്ടുണ്ട്. നാലുകെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാലുകെട്ട് ഇല്ലല്ലോ, പൊതുവെ ഇല്ലല്ലോ. ഉണ്ടായിരുന്നൊക്കെ പൊളിച്ച് കളഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ മോഡേൺ വീടുകളുടെ ഉള്ളിലും നാലുകെട്ട് ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. അത് കോർട്ട്യാർഡെന്നൊക്കെ പറഞ്ഞൊരു സംഭവമല്ലേ ഉദ്ദേശിക്കണേ? അതെ. അത് ശരിയായ രീതിയിലല്ല. ഇപ്പോഴത്തെ നമ്മൾ നടുമുറ്റവും തെറ്റിദ്ധരിക്കണതാണ്. ഇത് കൊണ്ടുപോയി കോർട്ട്യാർഡെന്നും പറഞ്ഞ് അവിടെ അരിയിലും മുള്ളിലേക്ക് കൊണ്ട് വെച്ചേക്കണം. മനസ്സിലല്ലേ? അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വടക്കേ ഡൽഹിയിലേക്ക് ഉണ്ടായിരുന്നു, അലഹബാദ് ഭാഗങ്ങളിലേക്ക് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് കാണും. അത് ഫ്രണ്ടിൽ വണ്ടി വരാൻ സൗകര്യത്തിന് വന്ന് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യത്തിന് ആ കോർട്ട്യാർഡ് കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ഫ്ലാറ്റുകൾ മുകളിലേക്ക് നിലകൾ പൊങ്ങി വരുവാണല്ലോ, പോകാണല്ലോ. അപ്പോൾ അത് അതേ ലെവലിൽ തന്നെ താഴത്തേക്ക് ഹോളാണ്. വേസ്റ്റെല്ലാം അടിച്ചു തൂത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് വന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വീഴും. കേരളത്തിലുള്ളവർ നാലുകെട്ട് കണ്ട് ശീലിച്ചതുകൊണ്ട് അവർ നടുമുറ്റാണോ തെറ്റിദ്ധരിച്ചിട്ടുള്ള സംശയമുണ്ട്. അതുപോലെ ഇവിടെ കൊണ്ട് പാർത്തിയേക്കണം. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു രീതി കൊണ്ടുവരികയാണെങ്കിൽ കൂടി അത് നോക്കാതെ ജസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിന് തനതായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം വിട്ട് കളിക്കരുത്. ശരി, അതിനകത്ത് കലർപ്പ് ചേർക്കരുത്. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.